ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ആട് 3 ഡയറക്ടർ റൈറ്റർ മിഥുൻ മാനുവൽ തോമസ്. നമ്മൾ പിന്നെ ഈ ഒരു ആടിൻ്റെ ഈ ഒരു ലുക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു ചെറിയൊരു മേക്കിംഗ് വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം ഇട്ടേക്കാം, അതുകൊണ്ടൊന്ന് കയറി കാണണം. ഈ ഒരു ആട് 3 പ്രൊഡ്യൂസർ വിജയ് ബാബു, ഫ്രൈഡേ ഫിലിംസും കാവ്യ പ്രൊഡക്ഷൻ കമ്പനിയും കൂടെ ചേർന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി ഈ ഒരു പടം എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ എനിക്ക് അത്യാവശ്യം എബോവ് ആവറേജ് പടം, അതിൽ കൂടുതൽ എനിക്കിത് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് കാണാൻ പോയത്. പക്ഷേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നിരാശയാണ് പടം. ആട് ഫസ്റ്റും ആട് സെക്കൻഡിനെയും വെച്ച് നോക്കുമ്പോൾ ഇത് വേറെ ഒരു തരത്തിലുള്ള പടമാണ്. ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു ബ്രഹ്മാണ്ഡ രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ മാനിക്കണം. അത് അതേപോലെ പക്ഷേ എത്രത്തോളം വർക്കായിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ വഴിയെ പറയാം. പക്ഷേ ഈ ഒരു ആടിൻ്റെ രണ്ടാം ഭാഗം ഞാൻ കാണാൻ പോയപ്പം അത് തുടങ്ങുമ്പം അതിനകത്ത് ഒരു ആടിൻ്റെ ഒരു സോങ് വെച്ചിട്ടുണ്ടായിരുന്നു, ആട് ഫസ്റ്റിൻ്റെ. അതിനകത്ത് തന്നെ എല്ലാവർക്കും ഒരു ചാർജിങ് ആയി. നമുക്ക് പഴയ ക്യാരക്ടറിനെ എല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അതൊന്ന് ചാർജ് ആവും. അതിനുവേണ്ടി അവരൊരു സോങ്ങും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പരിപാടിയാണ് ഞാൻ ഇതിനകത്തും പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഒരു ഡൗൺ ആയിക്കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ പടം ആട് 3 ഒരു ഡൗൺ ആയിക്കൊണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു പടം എനിക്ക് കണക്റ്റ് ആവാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ മേടിച്ചെടുത്ത്. ആകെ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് വന്നത്. ആ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പടത്തിലോട്ടൊന്ന് കണക്റ്റ് ആയത്. ക്യാരക്ടറിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അറക്കൽ അബുവിൻ്റെ ക്യാരക്ടറായാലും ഷാജി പാപ്പൻ്റെ ക്യാരക്ടറായാലും ഇതിനകത്ത് കുറേ ക്യാരക്ടർമാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പൊട്ടന്മാരാണെന്ന് കാണുന്ന പ്രേക്ഷകർക്കെല്ലാം അറിയാം. പക്ഷേ ഇതിനകത്ത് അവർ കുറച്ച് സീരീസ് പരിപാടി പിടിച്ചതിൻ്റെ തൊട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ അറക്കൽ അബു ആയാലും ഇപ്പോൾ ഇത് റിലീസ് ആവുന്നതിന് മുമ്പ് അവരൊരു പ്രൊമോ വീഡിയോ ഒരു കഴിഞ്ഞ ദിവസം നടന്നതെന്ന് പറഞ്ഞിട്ടൊരു പ്രൊമോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊമോ വീഡിയോക്കകത്ത് ഒരു അറക്കൽ അബു ഉണ്ടായിരുന്നു. അത് ആണ് നമ്മുടെ ആട് 2-നകത്ത് അറക്കൽ അബു. പക്ഷേ ഇതിനകത്തോട്ട് വരുമ്പോൾ അറക്കൽ അബുവിന് ഒന്നും ചെയ്യാനില്ല. ഇപ്പം ക്യാപ്റ്റൻ ക്രിസ്റ്റ്യസിനായാലും ആ ഒരു ക്യാരക്ടറും ഉണ്ട്. ആ ഷാജി പാപ്പ എന്ന് പറഞ്ഞ ആ ഒരു പ്രേക്ഷകർക്ക് കണക്റ്റ് ആക്കി വെച്ചേക്കുന്ന ആ ഒരു ക്യാരക്ടറുണ്ട്. ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് 2 ക്യാരക്ടറും കൂടെ ബ്ലെൻഡ് ചെയ്താണ് ഇത് കാണിച്ചിരിക്കുന്നത്. 2 പ്രസൻറ്റും പാസ്റ്റും കൂടെ ബ്ലെൻഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് ഇഷ്ടമാണ്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ആട് ഫസ്റ്റും സെക്കൻഡും നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് അവർ ഓരോ കാര്യങ്ങൾ തേടിയാണ് പോയിട്ടുള്ളത്. പക്ഷേ ഈ തേർഡ് പാർട്ടിലോട്ട് വരുമ്പോൾ ഒരു കാര്യം തേടിയാണ് ഇവർ പോകുന്നത്. പക്ഷേ ആ ഒരു കാര്യം തേടുന്നതിന് എന്തിനാ പഴയ കാലഘട്ടത്തിലോട്ട് കൊണ്ടുപോയെന്നാണ് എനിക്ക് ആലോചിക്കേണ്ടത്. ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് വലിയൊരു ഇമ്പാക്റ്റ് അതിനകത്ത് ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിനകത്ത് കോമഡിക്ക് ഹ്യൂമർ കുറഞ്ഞു പോയതിൻ്റെ കൂട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേ ഇവന്മാർ കുറച്ച് സീരിയസ് ആയിട്ട് ഈ ക്യാരക്ടർ കുറച്ച് സീരിയസ് ആവുന്ന കൂട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ക്യാരക്ടറിനെ പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഒരു ലേഡിയെ കൊണ്ടുവന്നിട്ടുണ്ട് വിദേശത്ത് നിന്ന്. ആ ലേഡി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ ലേഡിയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. പിന്നെ വിനായകൻ ഡ്യൂഡിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. ഡ്യൂഡിൻ്റെ ഒരു മാസ് സീൻ അത് കിടിലനായിട്ടുണ്ട്. എനിക്ക് കിടിലനായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഡൂഡ് പിന്നെ വിനായകനാണ് ഇതിനകത്ത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് ഒരു ജീവൻ വെപ്പിക്കുന്ന വിനായകൻ്റെ ക്യാരക്ടർ. ബാക്കിയുള്ളവരെല്ലാം ഈ ഷാജി പാപ്പാൻ സാധാരണ ജയസൂര്യയുടെ ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതേപോലെ ഒരു റോളിന് വേണ്ടി ഇതിനു മുമ്പ് ഈ കത്തനാറിന് വേണ്ടി പുള്ളി 7 സിനിമയാണ് റിജക്റ്റ് ആക്കിയത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറായിട്ടേ പുള്ളി ചെയ്യത്തുള്ളൂ ഒരു പടം. അപ്പോൾ വലിച്ചു വരി ചെയ്യത്തില്ല. മലയാളികളുടെ അമീർ ഖാൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ ജയസൂര്യ. അതേപോലെ ഒരു മേടിക്കുന്ന പൈസയ്ക്ക് അത്ര ഉത്തരവാദിത്തം കാണിക്കുന്ന ഒരു ആക്ടറാണ്. പക്ഷേ ഇതിനകത്തും പുള്ളിക്കാരന് ചെയ്യാനുള്ളത് പറഞ്ഞു കൊടുത്തതെല്ലാം പുള്ളിക്കാരൻ്റെ കൈ നിട്ടായാലും പുള്ളിക്കാരൻ ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആടും ഫസ്റ്റും സെക്കൻഡും കൂടെ വരുമ്പോൾ അവരുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഒരു പൊട്ടൻ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ഇതിനകത്ത് കിട്ടിയിട്ടില്ല. അത് ചിരിക്കാനും ഹ്യൂമർ അത്ര വർക്കും ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിനായകൻ്റെ പോർഷനൊക്കെ കിടലാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങും ഇങ്ങൊക്കെ ചില ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവരൊരു മന്ത്രവാദിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ മന്ത്രവാദിയെ കാണാൻ പോകുമ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് പരിപാടിയുണ്ട്. അതൊക്കെ അത്യാവശ്യം എനിക്ക് ചിരിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് തന്നെ നിർത്തിയേക്കുന്നത് നോക്കിയാൽ മതി. ആ ഒരു ക്ലൈമാക്സ് ഇവർക്ക് എങ്ങനെ ഇത് എടുത്തു വെക്കാൻ തോന്നി? ഇപ്പം ഇനി അടുത്ത പാർട്ട് വരുന്നുണ്ട്. ആ അടുത്ത പാർട്ടിന് വേണ്ടി ആ ഒരു ലീക്കാക്കി കളഞ്ഞതിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്തൊരു പാർട്ട് അവർ ഇറക്കണമെന്നുണ്ടെങ്കിലും അവിടെ വരെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ക്ലൈമാക്സ് ആ ടേലൻറ്റ് ഇട്ടിട്ട് ആ ഒരു ഇതങ്ങ് കെടുത്തി കളഞ്ഞു. എന്ന് വെച്ചാൽ ആ ഒരു അടുത്ത പാർട്ട് കാണാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതൊന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ ഞാൻ കളഞ്ഞു ഈ ടേലൻറ്റ് കാരണം. ഇതിനകത്തെ സിനിമാറ്റോഗ്രാഫി അഖിൽ ജോർജും എഡിറ്റ് ചെയ്തിരിക്കുന്നത് ലിജോ പോളുമാണ്. അപ്പോൾ എഡിറ്റിങ്ങും ടെക്നിക്കൽ വശമൊക്കെ കിടിലനായിട്ടുണ്ട്. ടെക്നിക്കൽ വശമൊക്കെ ടു ഗുഡാണ്. പക്ഷേ ഇതാണ് പരിപാടി. എന്തൊക്കെയോ ഒരു പ്രശ്നം. നമ്മളത് കണക്റ്റ് ആവാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങും ഇങ്ങൊക്കെ എന്താ പറഞ്ഞില്ലോ, ഒരു
ചെറിയ ആ ക്യാരക്ടറിനെ നഷ്ടപ്പെട്ട് പോയിന്റ് ഔട്ട് തോന്നി. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഷാജി പാപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു വടംവലിയിൽ ഉള്ള ഒരാളാണ്. പക്ഷേ ആ ഒരു ക്യാരക്ടർ ഒന്നും ഇതിനകത്തില്ല, ഒന്നുമില്ല. ഫസ്റ്റുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ചുമ്മാ എന്തെങ്കിലുമൊക്കെ ക്യാരക്ടറിനെ അങ്ങും ഇങ്ങൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇതിനകത്ത് കൂടുതലായിട്ട് എനിക്ക് പറയാനില്ല. ഒരു എബോ ആവറേജ് പടം. ഇതുപോലെ ആയിരിക്കത്തില്ല ചിലർക്കൊക്കെ ഇതൊരു വലിയൊരു പടമായിട്ട് തോന്നാം. എനിക്കൊരു എബോ ആവറേജിൽ എനിക്കിത് പറയാൻ പറ്റത്തുള്ളൂ. കൂടുതൽ പ്രതീക്ഷിച്ച് പോയതാണ്, ചിലപ്പോൾ അതിൻ്റെയും കൂടി ആയിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോ നിർത്തി പോകല്, ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദി സീൻ പോലെ ഞാനൊന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ.